ഇനി നമുക്ക് സോയ ചങ്ക്സ് വെച്ചൊരു കറിയുടെ റെസിപ്പി നോക്കാം. ആദ്യം സോയ കുതിരാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, എരിവിനാവശ്യമായ പച്ചമുളകും 1 തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കുതിർത്ത് വെച്ച സോയ ചേർത്ത് കൊടുക്കാം. നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ച സോയയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തുന്നു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കും. സോയയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവ പൊട്ടിച്ചെടുക്കാം. 2 വെളുത്തുള്ളി അല്ലി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. പകരം സവാളയും ചേർക്കാം. ഉള്ളിയൊക്കെ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് സോയ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. സോയ ഇവിടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറി വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. താങ്ക്